രാജസ്ഥാനിൽ ചൊവ്വാഴ്ച ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്ന റിഫൈനറിയിൽ വൻ തീപിടുത്തം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യാനിരുന്ന സംസ്കരണശാലയിലാണ് തീപിടുത്തമുണ്ടായത്. ആദ്യ റിപ്പോർട്ടുകൾ പ്രകാരം സംസ്കരണശാലയുടെ ക്രൂഡ് ഡിസ്റ്റിലേഷൻ യൂണിറ്റ് ഭാഗത്താണ് തീ പടർന്നത്. ആളപായം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് അധികൃതർ അറിയിച്ചു. രാജസ്ഥാനിലെ പച്ച്ബദ്ര ബാലോത്രയിലുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് സംയോജിത റിഫൈനറി പെട്രോകെമിക്കൽ കോംപ്ലക്സ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെയും രാജസ്ഥാൻ സർക്കാരിൻ്റെയും സംയുക്ത സംരംഭമാണ്. ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറച്ചുകൊണ്ടും ആഭ്യന്തര ഉൽപ്പാദനശേഷി വർദ്ധിപ്പിച്ചുകൊണ്ടും ഭാരതത്തിൻ്റെ ഊർജ്ജ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിൽ ഈ റിഫൈനറി ഒരു നിർണായക പങ്ക് വഹിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. 2013 സെപ്റ്റംബർ 22-ന് സോണിയാഗാന്ധിയാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അന്ന് ഏകദേശം 37,230 കോടി രൂപയായിരുന്നു പ്രതീക്ഷിക്കുന്ന ചെലവ്. സർക്കാർ മാറിയ ശേഷം 2018 ജനുവരി 16-ന് പ്രധാനമന്ത്രി മോദി പദ്ധതി വീണ്ടും ആരംഭിക്കുകയും ചിലവ് 43,129 കോടി രൂപയായി പുതുക്കുകയും ചെയ്തു. ഇന്ധനോൽപാദനത്തിനപ്പുറം ഈ സഹകരണശാലയ്ക്ക് വലിയ അളവിൽ ഡൗൺസ്ട്രീം പെട്രോകെമിക്കൽ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. പോളിപ്രൊഫൈലിൻ, പോളി എത്തിലീൻ, ബെൻസീൻ, ടോളീൻ, ബ്യൂട്ടാഡീൻ തുടങ്ങിയ ഉൽപ്പന്നങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഈ സംസ്കരണശാലയിൽ നിന്നും ലഭ്യമാക്കാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പ്ലാസ്റ്റിക് ഫർണിച്ചർ, കാർഷിക പൈപ്പുകൾ, പാക്കേജിംഗ് ഫിലിംസ്, ഓട്ടോമൊബൈൽ ഘടകങ്ങൾ, സിന്തറ്റിക് ഫൈബറുകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, പെയിൻറ്, ഡിറ്റർജൻറ്റ് പോലെയുള്ള രാസവസ്തുക്കൾ എന്നിവയുൾപ്പെടെ നിരവധി ഉൽപ്പന്നങ്ങളുടെ വ്യവസായത്തിന് സംസ്ഥാനത്ത് പദ്ധതിയൊരുക്കാൻ ഉദ്ദേശിച്ചാണ് ഈ റിഫൈനറി സ്ഥാപിച്ചത്. തീപിടുത്തം നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും ഉദ്ഘാടനം നീട്ടിവെച്ചിട്ടുണ്ടെന്നും പെട്രോളിയം മന്ത്രാലയം അറിയിച്ചു.